കലാഭവൻ ആർട്ടിസ്റ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അവിടെ പഠിച്ചിട്ടില്ല. ഇല്ല. പിന്നെ ഇക്കയുടെ പേരിന്റെ കൂടെ കലാഭവൻ. അല്ല, അതെന്താ സംഗതി? കേരളത്തില് ആര് മിമിക്രി രംഗത്ത് വന്നാലും അത് കലാഭവൻ ആയിരിക്കും എന്ന് പൊതുവായിട്ടുള്ള ധാരണയാണ്. ഞാൻ ആരോടും ഞാൻ കലാഭവൻ ആർട്ടിസ്റ്റാന്ന് ഇന്നവരെ പറഞ്ഞിട്ടില്ല. വാപ്പ വാത്സല്യം എന്നുള്ള പടത്തിൽ അന്ന് ഞാൻ വാപ്പാടെ കൂടെ ഇങ്ങനെ സെറ്റിൽ പോകും. അപ്പോ അന്ന് മമ്മൂക്ക എന്നെ കൊണ്ട് മോണാക്ട് ഒക്കെ ചെയ്യിച്ചിട്ടുണ്ട്. മറ്റന്നാളാണ്, മെസ്സേജ് ഒക്കെ ഇടും. അപ്പൊ മമ്മൂക്ക വരുന്നു ആ ഒരു അരമണിക്കൂർ മുമ്പ് അറിഞ്ഞു കഴിഞ്ഞപ്പോ നിങ്ങൾ പെട്ടെന്ന് പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര ഓഡിയൻസ് ഒക്കെ ഭയങ്കര കോപ്പറേറ്റീവ്, എല്ലാവരും ഒരു ഡിസ്റ്റർബൻസ്, ഭയങ്കര സൈലന്റ് ആയി പോയി. അതാ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. ആ എല്ലാവരും അവരവരുടെ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഫോൺ ഉയർത്തി സ്റ്റേജിലേക്കുള്ള ഒരു വീഡിയോ വീഡിയോ എടുത്തു. ആരും ഡിസ്റ്റർബ് ചെയ്യാൻ ആ വീഡിയോ കണ്ടറിയാം എല്ലാവരും എണീറ്റ് നിന്ന് ഇങ്ങനെ മൊബൈൽ പിടിച്ചിരിക്കുക. പക്ഷെ ആരും ഒന്നും ചെയ്തില്ല. നീ ഇവിടെ കിടക്കുമ്പോ ഒരു കാര്യം എന്നോട് പറഞ്ഞു, മനസ്സിലായല്ലോ? വെറുതെ അല്ല എന്റെ പല തീരുമാനവും നടക്കാത്തത്. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ബൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് ഹോം ടൂറിലേക്ക് മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഹോം ടൂർ ആണ് ഇത്. അത് എന്താണ്, ഞാൻ ആരുടെ വീട്ടിലെത്തി കണ്ടോ? ഞാൻ ആദ്യം ഇപ്പൊ വീടിന്റെ അകമൊക്കെ ഒന്ന് കയറി കാണുമായിരുന്നു. നല്ല ഭംഗിയായിട്ട് ഇന്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു വീട്. ഈ വീട് ആരുടെയാണെന്നറിയോ? നമ്മളെ കുറേ നാളുകളായിട്ട്, വർഷങ്ങളായിട്ട് നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളുടെ വീടാണ്. പേരൊന്നും ഞാൻ പറയില്ല. വീടിന്റെ ആൾക്കാർ ഇവിടെ പുറത്ത് നിൽക്കുകയാണ്, ഞാനായിരുന്നു വീടിനകത്ത്. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോയി നമുക്ക് നോക്കാം ആരുടെ വീടാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ ഫാമിലി മെമ്പർ എന്ന് നമുക്ക് എല്ലാവർക്കും ആ ഒരു തോന്നലാണ് നമ്മുടെ ഈ ഇക്കനെ കാണുമ്പോൾ. ആരാണെന്ന് നോക്കിക്കേ, നമ്മുടെ നിയാസിക്കയുടെ ഫാമിലി. ഹലോ, ഇന്ന് നിങ്ങളെ വീടിന്റെ പുറത്ത് നിർത്തി ഞങ്ങള് വീടിന്റെ അകത്ത് പോയി വീടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. മഴയില്ല മൊത്തം കുതിർന്നേനെ. അതെ, പക്ഷെ വീട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇത്തയുടെ പ്ലാൻ ആണോ, മക്കളുടെ പ്ലാൻ ആണോ, ഇക്കയുടെ പ്ലാൻ ആയിരുന്നോ? പ്ലാനൊക്കെ നമ്മുടെയാണ്, പക്ഷെ വീട് ഇങ്ങനെ നിക്കുന്നത് പുള്ളിക്കാരനാ. ഇത്ര സൂപ്പറായിട്ട് വീടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടൊക്കെ വീട് വെച്ചിട്ടുണ്ട്. വീടിന്റെ അകമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. പക്ഷെ വീടിന്റെ പുറമെ നമുക്ക് നോക്ക്, നല്ല ഐശ്വര്യമായിട്ട് നല്ല ഭംഗിയായിട്ട് ചെടിയൊക്കെ വെച്ച് നല്ല ഐശ്വര്യപൂർവമായ ഒരു വീടാണ്. ഇത്ര ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണിച്ചു തരൂ. നമുക്ക് ആദ്യം വീടിന്റെ പുറത്ത് കണ്ടിട്ട് വീടിന്റെ ഉള്ളിലേക്ക് പോവാം. കാണാനായിട്ടൊന്നും ഇല്ലാന്ന് ഈ കാണുന്നതന്നെ ഉള്ളൂ. ഈ പറഞ്ഞത് ഇതൊരു കുഞ്ഞു ഭവനമാണ് നമ്മുടെ. ഇത് അല്ല, വേറെതായിട്ട് പറയല്ല, ഇതൊരു 6.5 സെന്റ് സ്ഥലമുള്ളൂ. ഈ 6.5 സെന്റ് സ്ഥലത്ത് നമുക്ക് വീട്ടിലെപ്പോഴും ഇപ്പൊ നിങ്ങളെപ്പോലുള്ള ആരെങ്കിലൊക്കെ വരുമല്ലോ ഇങ്ങനെ വണ്ടി ആയിട്ട്. അപ്പൊ നമുക്ക് വണ്ടി ഇടാനൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലം വേണം എന്നുള്ളതുകൊണ്ട് മുറ്റത്തുനിന്ന് കുറച്ചും കൂടി ഇറക്കി ഒന്ന് പുറകിലേക്ക് ഇറക്കിയാണ് വീട് പണിതത്. എത്ര വർഷം ഈ വീട് വെച്ചിട്ട്? ഇതിപ്പോ ഒരു 6 വർഷം. 6 വർഷം കഴിഞ്ഞു. 6.5 വർഷം. അതിനു മുമ്പ് ഇക്ക എവിടെ താമസിച്ചിരുന്നത്? ഞാനിവിടെ റെന്റിനായിരുന്നു. റെന്റിനായിരുന്നു. എന്റെ നാട് വടക്കാഞ്ചേരിയാണ്. വടക്കാഞ്ചേരി, തൃശ്ശൂർ വടക്കാഞ്ചേരി. അറിയാം. അവിടെ നിന്നും ഇക്ക ഇവിടെ വന്ന് 6 വർഷം മുമ്പേ ഇക്കയുടെ മനസ്സിൽ, ഇവരുടെ എല്ലാവരുടെ മനസ്സിലെ ഒരു ആഗ്രഹത്തിനോട് വെച്ച് ഒരു വീട് വെച്ചതാണ്. അപ്പൊ ആ സമയത്തല്ലായിരുന്നു മോളുടെ കല്യാണോ? അതെ അതെ, മോളുടെ കല്യാണം കഴിഞ്ഞ അപ്പൊ തന്നെ, ഈ വീട് വെച്ച് കഴിഞ്ഞപ്പോ തന്നെ കല്യാണം ഉണ്ടായിരുന്നു. അതുപോലെ നമ്മള് ഈ വീട് കണ്ടോ, ഈ വീട് ഞാൻ ആദ്യം വെച്ചൊരു വീടാ. ഈ വീട്ടിലാണ് ഇരുന്നിരുന്നത്. പിന്നെ ഇതൊരു ഇങ്ങനെ നീളത്തിലൊരു വീട്. അതൊരു 3.5 സെന്റ് സ്ഥലമുള്ളൂ. അതിനകത്ത് ഈ സ്ഥലമാണ് ഇവിടെ കിട്ടിയത് ആദ്യം നമുക്ക്. അപ്പൊ ഇത് വേറൊരു പാർട്ടിയിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പൊ നമുക്ക് അന്ന് എന്റെ കയ്യിലുള്ള പൈസക്ക് അനുസരിച്ച് ഒരു സ്ഥലം മേടിച്ച് അതിലൊരു വീട് വെച്ചു. അവിടെ നിന്നുകൊണ്ട് വാങ്ങിച്ചു. പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണ്ടേ, പിന്നെ അവര് അങ്ങനെ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ മുഴുവനായിട്ട് അങ്ങ് വാങ്ങിച്ചു. അങ്ങനെയൊന്നും പറയണ്ട, അതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ വാങ്ങിക്കാൻ പറ്റി. എന്തായാലും അപ്പൊ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണോ മോളുടെ കല്യാണം ആലോചനയൊക്കെ വന്നത്? അങ്ങനെ അല്ല, നമ്മൾ അവിടെ ഇരിക്കുമ്പോ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ പണി
വൈഫാണ് നാട്ടിലിരിക്കുന്നത്. അവള് 2 മാസമേ വീട്ടിലുണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേ അത് ഭയങ്കര ഒരു വിഷമമായിരുന്നു കേട്ടോ. അവൾക്ക് കൊറേ ഐഡിയകളൊക്കെ ഉണ്ടായിരുന്നു. അല്ല പിന്നെ വീട്ടിലും അവൾക്ക് കുറച്ച് ഐഡിയകളൊക്കെ അവളുടെയും ഉണ്ടായിരുന്നു. അപ്പം അത് താമസിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഒരു ഗസ്റ്റ് വരണ പോലെ ഇടയ്ക്കൊന്ന് വന്ന് പോകുന്നു എന്ന് മാത്രം. ഒരു പ്രാവശ്യമാണ്. ഒരു മാസം പക്ഷെ പുള്ളിയുടെ റൂമിലാരും കയറാൻ പാടില്ല. പക്ഷെ ഞങ്ങളിന്ന് കയറും. ഇന്ന് ഞങ്ങള് കയറി പുള്ളിക്കാരുടെ റൂമൊക്കെ കാണും. അപ്പൊ ഈ ചെടികളെല്ലാം നോക്കിയോ, ഇതൊക്കെ നമ്മുടെ ഇത്ത കരുതലോടെ സ്നേഹത്തോടെ വെച്ചിരിക്കുന്ന ചെടികളാണ്. ഇക്ക എന്തെങ്കിലും ഇതിലൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ടോ? ചെടികള് കൊറേ ഉണ്ടായിരുന്നു. മേളിലൊക്കെ നമ്മളിങ്ങനെ തട്ടായി ചെയ്തു. പക്ഷെ നനക്കല് ഭയങ്കര ബുദ്ധിമുട്ട്. 2 പ്രാവശ്യം ഇപ്പൊ അതിന്റെ മേളിൽ കയറി നനക്കുക അങ്ങനെ മുകളിൽ കയറിയിട്ട് വീട് പൊളിച്ചു കളയാനൊക്കെ നോക്കി. 2 പ്രാവശ്യം അതിന്റെ ഡ്രസ് അടിച്ചതിന്റെ അത് ഉണ്ടോ, അത് നേരെ തലയിൽ നിറയെ ബോഗൺവില്ലായിരുന്നു. നല്ല ഭംഗിയാ സീസൺ. അങ്ങനെ പൂക്കള് നിറയെ നിക്കുമ്പോഴേ പിന്നെ നീക്കത് ഇറക്കിച്ചു. എന്നാലും ഉള്ള സ്ഥലത്ത് നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ട് ഇത്ത ഇങ്ങനെ പറ്റുന്ന പോലെ നല്ല ചെടികളൊക്കെ വെച്ച് നന്നായിട്ട് ഹെൽത്തി ആയിട്ട്, ടച്ച് വുഡ്, നല്ല ഹെൽത്തി ആയിട്ട് ചെടികളെല്ലാം നിൽക്കുന്നുണ്ട്. വീട്ടിലേക്ക് ഞാൻ പോയി കേറട്ടെ. അവരവിടെ നിൽക്കുക. വരും. ഞാൻ ആദ്യമായിട്ട് എങ്ങനെ കേറണ വരും. നമുക്ക് നമ്മുടെ പ്രേക്ഷകരെല്ലാരും വിളിക്കാം. എല്ലാരും അങ്ങനെ നമ്മുടെ നിയാസിക്കയുടെ കൊച്ചു വലിയ ലോകം. ഇതാണ് ആ മനോഹരമായ വീട്. ഈ വീടിനകത്ത് വരുമ്പോഴും ഉണ്ടല്ലോ വളരെ ഒരു പോസിറ്റിവിറ്റിയാണ്, സന്തോഷമാണ്. ആ നിയാസിക്കനെ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം ഒരു സന്തോഷം ചിരിയും വരില്ലേ? അതേ ഒരു ഫീലാണ് നമുക്ക് ഈ വീടിനകത്ത് വന്നു കഴിയുമ്പോഴും നമുക്ക് നമ്മുടെ വീടെന്ന് തോന്നുന്ന പോലത്തെ ഒരു ഫീലാണ്. വരൂ. ഇക്കയുടെ ഇക്കയുടെ കൊറേ മെമൻസ് ഒക്കെ ഇതെല്ലാം കണ്ടു. ഇത്രയൊന്നും ആയിരിക്കില്ല തീർച്ചയായിട്ടും. ഇതിനെക്കാളും എത്രയോ വർഷങ്ങളായിട്ട് നമ്മളെ തിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്നാലും ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്നതില് ഇക്കയ്ക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ടാവും, അല്ലെങ്കിൽ ആദ്യം കിട്ടിയതെന്നോ അല്ലെങ്കിൽ ഒരുപാട് സ്നേഹത്തോടെ ഇക്കയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു മെമൻറ്റോ, അത് ഇതിലേതായിരിക്കും? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും എന്റെ പാഷനാണല്ലോ ആക്ടിങ് എന്ന് പറയുന്നത്. അപ്പോ ആക്ടിങ്ങിന് നമ്മുടെ നാട് അംഗീകരിച്ച് ഒരു മൊമെന്റോ തരുമ്പോ ഇതിന്റെ സന്തോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് 2 തവണ എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ ഏറ്റവും ഇഷ്ടത്തോടുകൂടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇത് 2 എണ്ണാണ്. 2013 2017 ആയിട്ടാണ്. ഇതാണ് എനിക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് കേരള സ്റ്റേറ്റ് അവാർഡാണ്. അങ്ങനെ പിടിച്ചു നിൽക്കട്ടെ. സ്റ്റേറ്റ് അവാർഡ്. ബാക്കി ഇതിൽ ഏതിന്റെങ്കിലും പിന്നിൽ ഒരു കഥ പറയാനെങ്കിലും ഉണ്ടാവുമോ? കഥ പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്. അതെ, എന്നാലും കൂടുതൽ ദിവസം ഓടിയ സിനിമകളുടെ ഈ ഓർഡിനറി എന്നുള്ള സിനിമയിൽ എനിക്കൊരു നല്ല ക്യാരക്ടർ ആയിരുന്നു. അത് 101 ദിവസം ഓടിയിരുന്നു. ഇത് 100 ദിവസം ഓടിയ നമ്മുടെ പൊറിഞ്ചുമറിയൻ ജോസ് എന്നുള്ള സിനിമയിലും എനിക്ക് ജോഷി സാറിന്റെ സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ കിട്ടിയാണ്. അതൊക്കെ പിന്നെ കലാഭവന്റെ ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഫോട്ടോ കലാഭവൻ അച്ഛന്റെ എനിക്കൊരു ദിവസം അവിടെ സ്വീകരണം ഉണ്ടായിരുന്നു. ഞാൻ കലാഭവനില് സത്യം പറഞ്ഞ കലാഭവൻ ആർട്ടിസ്റ്റ് വർക്ക് ചെയ്തിട്ടില്ല. കലാഭവൻ ആർട്ടിസ്റ്റ് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അവിടെ പഠിച്ചിട്ടില്ല. ഇല്ല. പിന്നെ ഇക്കയുടെ പേരിന്റെ കൂടെ കലാഭവൻ. അതെന്താ സംഗതി അത് കേരളത്തില് അല്ല ഞാൻ വെക്കാറില്ല. കേരളത്തില് ആര് മിമിക്രി രംഗത്ത് വന്നാലും അത് കലാഭവൻ ആയിരിക്കും എന്ന് പൊതുവായിട്ടുള്ള ധാരണയാണത്. ഞാൻ ആരോടും ഞാൻ കലാഭവൻ ആർട്ടിസ്റ്റാന്ന് ഇന്നവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ ചെന്ന് സ്വീകരണം മേടിക്കും, ഞാൻ നിയാസ് ബക്കർ എന്നാ എന്റെ പേര് ഞാൻ പറയാറ്. അവിടെ ചെല്ലുമ്പോ അതിന്റെ മുൻപിൽ ഒരു കലാഭവൻ എന്ന് വെച്ചിട്ടുണ്ടാവും. കാരണം നമ്മൾ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പൊ മിമിക്ക് ചെയ്യുന്ന എല്ലാവരും കലാഭവന്റെ ബാനറിലാണെന്ന് പൊതുവായിട്ടുള്ള ധാരണ. അത് അതിന്റെ വലുപ്പമാണ്. കലാഭവനിൽ ഉണ്ടായിട്ടില്ല. ഞാൻ മാള അരവിന്ദന്റെ മാളച്ചേട്ടന്റെ നാടക സമിതിയിലായിരുന്നു അന്ന്. എനിക്ക് ആക്ടിങ് പിന്നെന്തേ
കാരണം വീട് മനോഹരമായ ഒരു വീട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും അത് കാണിച്ചു തരാനോട് ശങ്കല നിക്കണം. അതുകൊണ്ട് ഞാൻ ചോദിച്ചു വാങ്ങാന്ന് പറയില്ലേ. നടക്കാൻ നമുക്ക് കുറെ വഴികളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരും. അതൊന്നുമില്ലേക്ക, നല്ല ഇതായിട്ട് നമുക്ക് ആദ്യം ഈ വീടിന്റെ ഇവിടെയും കുറെ മെമന്റോസ് ഉണ്ട് കേട്ടോ. അതെ, കുറെ വെള്ളപ്പൊക്കം വന്നില്ലേ നമ്മൾ ആ വീട്ടില്, നമുക്ക് കുറെ സാധനങ്ങൾ മാറ്റാൻ പറ്റിയില്ല. ആ വീട്ടിലെ ഒരു ഷെൽഫ് മുഴുവൻ പോയി. വെള്ളപ്പൊക്കത്തിൽ കുറെ പോയി. നമ്മള് അംഗീകാരം 2018 അല്ല, അതിപ്പോ വേറെ സ്ഥലത്തായിരുന്നോ നിങ്ങൾ താമസിച്ചിരുന്നത്? അല്ല, ആ വീട്ടില് ഞാൻ പറഞ്ഞില്ലേ വെള്ളം കയറിയതാണോ? ആണോ? 2018 അവിടെ കൊറേ മൊമെന്റോസ് അവിടെ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ കിട്ടിയത് കൊറേ ഒക്കെ ഇവിടെ വെക്കാൻ സ്ഥലമില്ല, അപ്പൊ അവിടെ വെക്കും. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് വീടൊന്ന് ചുറ്റി കാണാം. ഇത്താ ഞങ്ങളെ കാണിച്ചു തരൂ. വരൂ. അവിടെയാണ് കിച്ചൺ. കിച്ചണകത്തേക്കൊന്നും ചെയ്തിട്ടില്ല ഞാന്. കിച്ചൺ അതാണ് അതൊന്നും നമ്മുടെ കിച്ചൺ എങ്ങനെയാണെങ്കിൽ അങ്ങനെ. അതല്ല നീക്ക, ഞാനിപ്പോ കോഫി എടുത്തിട്ട് അത് കുഴപ്പമില്ല. ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മുടെ എല്ലാവരുടെയും ഒരു സെക്കൻഡ് അല്ല, പുറത്തേക്ക് വെക്കാം. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഇത്തയുടെ ലോകം. ഇവിടെ ഇത്ത ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഇവർക്കൊക്കെ അച്ഛനും മക്കൾക്കും ഒക്കെ ഇഷ്ടമാവുന്ന ഭക്ഷണം ഏതാ? അത് അവരല്ലേ പറയുന്നത്. പറയൂ. ഞങ്ങൾക്ക് എന്തുണ്ടാക്കിയാലും ഇഷ്ടമാണ്. എന്തായാലും അമ്മയുടെ സ്പെഷ്യൽ ഐറ്റം എന്താ? ഈ അങ്ങനെ എന്റെ ഫേവറേറ്റ് എന്ന് പറയുന്ന ഉമ്മ കുറച്ച് ചോറും പിന്നെ ഈ സവാള വഴറ്റി തരും. അതാണ് അവന്റെ എക്കാലത്തെ അതുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അസീന ഈ അരിപ്പായസം ഉണ്ടാക്കും. നല്ല ഗംഭീരമായിട്ട് ഉണ്ടാക്കും പായസം. എല്ലാത്തരം പായസം ഉണ്ടാക്കും നന്നായിട്ട്. പക്ഷെ അതിൽ അരിപ്പായസം എനിക്ക് ഇഷ്ടമാണ്. പിന്നെ സാധാരണ ചോറ് കറി ഒക്കെ എല്ലാ സംഗതികളും കറികളൊക്കെ നന്നായിട്ട് വെക്കും. നോണും വെജും ഒക്കെ നന്നായിട്ട് വെക്കും. ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് നല്ലൊരു സ്നാക്ക് തന്നു. പഴം, എനിക്ക് അതിന്റെ പേരറിയില്ല പറയാനായിട്ട്. നേന്ത്രപ്പഴവും നല്ല നെയ്യില് വാട്ടിയിട്ട് അത് ഇത്ത തന്നു. ഞങ്ങൾ എല്ലാരും കുറേ കഴിച്ചു. ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു സ്പെഷ്യൽ ഐറ്റം. ഇനി ഇവിടെ ഇതെന്താ ഒരു ബെഡ്റൂം ആണോ? ഇവിടെ ഒരു ബെഡ്റൂം, പിന്നെ അപ്പുറത്തൊരു ബെഡ്റൂം. അതൊക്കെ ചെറിയ ബെഡ്റൂമുകളാണ്. നമ്മുടെ റൂം ഇവിടെയാണോ? മക്കളൊക്കെ മേളിലാണ്. ഇത് ഗസ്റ്റ് റൂം ആണോ? ഇതൊരു റൂം. ഉമ്മിച്ച് വരുമ്പോ നിയാക്കാട് ഉമ്മിച്ചൊക്കെ വരുമ്പോ ഇവിടെ കിടക്കും. താഴെ 2 റൂമുണ്ട്. ഒരു ഗസ്റ്റ് റൂം ആണിത്. ഉമ്മച്ചിയൊക്കെ വരുമ്പോ കിടക്കുന്ന ഒരു ഗസ്റ്റ് റൂം. ഇത് നമ്മുടെ പുറത്തേക്ക് ഇറങ്ങാൻ ഇവിടെ ഒരു ചെറിയ ബാത്റൂം. ഇതാണ് നമ്മുടെ ഇക്കയുടെ റൂം. താഴെ 2ഉം നമ്മൾ ചെറിയ റൂമുകൾ എടുത്തിട്ടുള്ളത്. കാരണം ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള, എനിക്ക് കുറച്ച് നമ്മള് ഹാൾ ഇത്തിരി കൂടി സ്പേസ് വേണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ടേ റൂംസ് ചെറുതാക്കിയാലേ പറ്റുള്ളൂ. കാരണം വലിയ റൂംസും പിന്നെ അതിനനുസരിച്ച് ഹാളും വലുതാക്കാൻ പറ്റില്ല. ഇപ്പൊ ഇരിക്കണ സ്ഥലം ഇത്തിരി വിശാലത വേണമെന്ന് എനിക്ക് എപ്പോഴും. നമുക്ക് സ്ഥലം കുറവല്ലേ, 1.5 സെന്റ് സ്ഥലമല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇത്തിരി ഉള്ളതിൽ ഇത്തിരിയും കൂടി സൗകര്യമുള്ള സ്ഥലമാക്കിയപ്പോ റൂം 2ഉം താഴത്തെ നമ്മള് കിടക്കാനായിട്ട് മാത്രമേ ആ വീട്ടിൽ പോകലുള്ളൂ. സാധാരണ വ്യത്യസ്തമായിട്ടാണ് സ്റ്റെയർ കേസിന്റെ ഇത് കാണുന്നത്. ഈ ഒരു ഐഡിയ ഇത് ഇക്കയുടെ ഐഡിയ ആണോ അതോ വീട് പ്ലാൻ ചെയ്തവര് പറഞ്ഞതാണോ? അല്ല, ഇത് നമ്മള് തന്നെ പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മുറ്റത്തൊന്നും അല്ലെങ്കിൽ വേറെ സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പൊ എന്തെങ്കിലും സംഗതികളൊക്കെ നമ്മള് ഒരു ആട്ടൊക്കെ മനസ്സിലുള്ളിൽ ഉണ്ടല്ലോ. അപ്പൊ അത് ചെയ്യാൻ സ്ഥലം വേറെ എവിടെ ഇല്ല. അപ്പൊ ഞാൻ ഈ സ്റ്റെയർ കേസ് ആവുമ്പോഴ് അതെന്തായാലും പണിയേണ്ടതാണല്ലോ. അപ്പൊ അതിന്റെ മുകളിൽ എന്തെങ്കിലും പിന്നെ അത് 2 താഴെയുള്ള 2 ബാത്റൂമിന്റെ മുകൾ വശമാണ് ആ സ്പേസ്. ഈ 2 റൂമിന്റെയും ബാത്റൂമിന്റെ സ്പേസ് ആണ്. ഇങ്ങനെ അപ്പൊ ഇതിനെന്തെങ്കിലും നിങ്ങൾക്ക് വിളിപ്പേരിട്ടിട്ടുണ്ടോ? വരച്ചു കൊടുത്തതാ. പ്ലാൻ മൊത്തം നിയാക്കടയാണ് ഈ വീടിന്റെ. വരച്ച് കൊടുത്ത് അത് വരച്ചതിന് ശേഷം പിന്നെ അതിന്റെ മെഷർമെന്റ് കറക്റ്റ് ആക്കാനായിട്ട് ചെയ്തു. അല്ല, നിങ്ങൾ വീട്ടിലിരിക്കുമ്പോ താഹ നിങ്ങൾ പറയോ ഞങ്ങളുടെ ഹട്ട് ഇതിനകത്ത് പുറത്തു പോയിരിക്കാൻ ഇല്ലാത്തതുകൊണ്ട് അകത്ത് തന്നെ ഹട്ട്. അതിന്റെ ഉള്ളിൽ ഇരുന്നാലും നമുക്ക് ഒരു ഈ പറഞ്ഞ പോലെ വായിക്കാനൊക്കെ അവിടെ കയറിയിരിക്കും. നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ലളിതമാവും. ഏറ്റവും കൂടുതൽ അവിടെ ഇരിക്കുന്നത് ആരാ താഹ? ഏറ്റവും കുറവിരിക്കുന്നത് ഞാൻ ഇരിക്കാറില്ല, ഇരിക്കാൻ പറ്റാറില്ല. ഓക്കെ. അപ്പൊ ഇത് ഇവിടെ ചെറിയ ഒരു നമുക്ക് ശബ്ദങ്ങൾ എപ്പോഴും പോസിറ്റിവിറ്റി നമുക്ക് തരുന്ന ഒന്നാണ്. ഇവിടെ കുറേ മീനുകളുണ്ട്.
കാണാലോ ഇവിടെ ഫൗണ്ടൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ വെള്ളം എപ്പോഴും നിങ്ങൾ ഓൺ ചെയ്തോട്ട് ഇടുവോ? ഇല്ല, നമ്മള് ഇടയ്ക്കൊക്കെ ഇടുള്ളൂ. അതിട്ട മീനുകൾ ഫുഡിനാന്ന് ഓർത്ത് വരും. ഓ ഓക്കെ. ഇത് എന്നിട്ട് എന്താ തടി എന്താ? തടിയല്ല, ഇത് തടിയല്ല, വർക്ക് ഇത് ചെയ്തിട്ട് കംപ്ലീറ്റ് സിമെന്റിൽ വർക്ക് ചെയ്തെടുത്തിരിക്കുക. ഫുൾ അങ്ങനെയല്ലേ? സിമെന്റ് ആർട്ട് വർക്കാണ്. നമ്മുടെ ഒരു സാജൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജ്യേഷ്ഠൻ ഒരു ചേട്ടനുണ്ട്, പുള്ളി സാജൻ ചേട്ടൻ ചെയ്ത പുള്ളിയുടെ ഒരു വർക്കാണ്. ഒരു 3 മാസം സമയം എടുത്തിട്ടാണ് ഇതിങ്ങനെ പണിതത്. ഓക്കെ, മേലേക്ക് കയറട്ടെ? ഒന്നും എടുക്കുന്നില്ല, ഞാൻ വന്നു ഞാൻ അങ്ങ് കേറി പോവാ. കേറി കാണാൻ മാത്രമൊന്നും ഇല്ലാത്തോണ്ടാ ഞങ്ങള്. പക്ഷെ ഞാൻ അങ്ങനെ പോണതും അങ്ങനെ ചെയ്യണതും എനിക്ക് ഇവരെ മുൻകൂട്ടിയെ നേരത്തെ പരിചയം ഒന്നുമില്ല. പക്ഷെ ചില ആൾക്കാരെ നമ്മൾ കണ്ടു കഴിയുമ്പം എന്തോ ഇക്കേനെ ഞാൻ ഒരുപാട് നാളുകളായിട്ട് നമ്മൾ സ്ക്രീനിൽ കാണും, നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരാളല്ലേ. അപ്പൊ അതുകൊണ്ട് എന്തോ നമുക്കൊരു വല്ലാത്തൊരു അടുപ്പമാണ്. അതേപോലെ ആ ഒരു ഫ്രീഡം എടുത്ത് പിന്നെ നമുക്ക് ആ ഒരു വൈബ് തോന്നില്ലേ? അങ്ങനെ വന്നപ്പോൾ ഇവരും ആ ഒരു കറക്റ്റ് വൈബ് നമുക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് നമുക്കിത് എനിക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ ഒരു ആളുടെ ബന്ധുവിന്റെ ഒരു വീട്ടിൽ വന്ന പോലത്തെ ഒരു ഫീലാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കയറി നിങ്ങളെ കാണിക്കാനൊക്കെ കൊണ്ടുവരുന്നത്. ഇതാണ് ഇവരുടെ ഹട്ട്. നമുക്ക് ആ ഹട്ടിലൊന്ന് ഇരുന്നാലോ? അയ്യോ, എല്ലാരും പോയോ? നമുക്ക് ഹട്ടിലൊന്നും ഇരിക്കണ്ടേ? ഞാനൊന്ന് ഇരിക്കണേ. ഇതാണ് ഇക്ക. ഇക്ക എവിടെയാ കൂടുതൽ സമയം ഇരിക്കാന്ന്? ഈ സൈഡോ ഇവിടെയോ? അവിടെ എഴുത്തുകൂത്ത് പരിപാടിയായിട്ട് ഇതാണ് ഇക്കയുടെ ലോകം. ഓക്കേ, ഇതെന്താ? അത് ഞാനൊരു കഥകളി സ്കൂളിന്റെ ഒരു വാർഷിക പരിപാടിക്ക് പോയതാ. അപ്പൊ അങ്ങനെ അവിടുന്ന് ഒരാള് സമ്മാനമായിട്ട് അദ്ദേഹം വർക്ക് ചെയ്ത് തെർമോക്കോളിലൊക്കെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അവിടുന്ന് അവരെ ഗിഫ്റ്റ് ചെയ്തതാ. ഓക്കെ, അതാണ് ഇക്കയുടെ ലോകം. ആ ഹട്ടും നമ്മൾ കണ്ടു, എക്സ്പ്ലോർ ചെയ്തു. ഇനി നമുക്ക് അങ്ങോട്ടും കൂടെ കയറി കാണാം. ശരി ശരി, വരും. മുകളിലേക്ക് കയറിയാൽ ഇവിടെ ഒരു റൂം. ഇത് ഇവിടെയാണ് താഹ വസിക്കുന്നത്. ഓ, ഇതാണ് താഹയുടെ ലോകം. അതിന്റെ ഉള്ളിൽ ആരും കയറ്റാറില്ല. താഹയൊന്നും മിണ്ടുന്നില്ലല്ലോ. താഹയ്ക്ക് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം ഏതാ? എനിക്ക് എന്റെ റൂമാണ്. ആണോ? ഇതാണ് ഏറ്റവും കൂടുതൽ അലമ്പാക്കാൻ കൂടുതൽ ഇവിടെയാണ്. പുള്ളിക്ക് അലമ്പാക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഇതാണല്ലോ. ഞാൻ ആരും ഒന്നും പറയില്ല. ഫുൾ ടൈം താഹ ഇതിനകത്ത് അടച്ചുകൂട്ടിയിരിക്കുകയാണ്. സമ്മതിക്കില്ല. പക്ഷെ ഒന്ന് കേറിയാ പിന്നെ നേരെ കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. ഓക്കെ, പിന്നെ അധികം ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, താഹ ഞാനും. ഞങ്ങൾ രണ്ടുപേരും ഹോളിലാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യണത് ഹോളിലാണ്. എല്ലാവരും റൂമിൽ കിടക്കാൻ വരലേ ഉള്ളൂ. പിന്നെ ഒരു റൂം ഇവിടെ. ഇതാണ് ജെസ്സിലയുടെ റൂം. ഇതാണ് മോനും. എന്റെ ഇക്ക നോക്കട്ടെ, മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമല്ലേ ആയത്? ആ 6 വർഷം അന്ന് ആ കല്യാണം ഭയങ്കര വൈറലായിരുന്നു, എല്ലാരും ശ്രദ്ധിച്ച ഒന്നാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഇത്തേക്ക് കേട്ടിട്ടുണ്ടാവും. മോളെ കാട്ടിലൊക്കെ അന്ന് ശരിക്കും എല്ലാരും ശ്രദ്ധിച്ചത് മോളുടെ അച്ഛനാണ്. അച്ഛന് നിന്ന് എല്ലാരും പറഞ്ഞ ചുള്ളനെ പോലെ നല്ല യങ്ങായിട്ട് അത് ഇക്ക വേണം വെച്ച് സലൂണിലൊക്കെ പോയി ഒന്ന് കുട്ടപ്പനായിട്ട് വന്ന്. പോയിട്ടേ ഇല്ല, ഇന്നേരെ പോയിട്ടില്ല. പോവാറില്ല. എന്താ പറയാ, എപ്പോഴും പറയും, പക്ഷെ ഒന്ന് പോയാലേ ഒന്നും പോയിട്ട് എനിക്ക് ഓർമ്മയില്ല. ആണല്ലേ? പോലും പോയിട്ടില്ല. അന്ന് എങ്ങനെ മകളുടെ കല്യാണത്തിന് ആരും പറയാ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അതങ്ങനെയാണെന്നു അന്നത്തെ ദിവസം അല്ലല്ല, ഒരു ഭാര്യയുടെ കോംപ്ലിമെന്റ് ആണ് കേട്ടോ. അന്നത്തെ ദിവസം മാത്രല്ല, എന്റെ ഭർത്താവ് അങ്ങനെ തന്നെയാണെന്ന് എന്നും. ഇതിലേ ഇവരൊക്കെ മുഖത്ത് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട് അവിടെയൊക്കെ പോയി കാശും കൊടുത്തിട്ടാണ് ചെയ്യാറ്. ഞാൻ പരമാവധി ഇവിടെ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പൊ മുഖം തെളിഞ്ഞോളും. വരും. ഇതാണ് മകള് അവൾ ആഗ്രഹിച്ചു വെച്ച. അവള് ഇവിടുത്തെ പോലെ. അതാണ് ഇത്. അവൾ നല്ല റൂം നോക്കി അവൾ എടുത്തു, നല്ല റൂം നോക്കി എടുത്തു. ആൾ ആഗ്രഹിച്ചു വെച്ച, പക്ഷെ വിരുന്നുകാരിയെ പോലെ വർഷത്തിൽ നീയാക്കാട് ഒന്നിച്ചിക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. എന്ന് വെച്ചാ അവള് ഇവിടുന്ന് നല്ല വ്യൂ ആണ്.
ഏറ്റവും നല്ല റൂം അവള് തെരഞ്ഞെടുത്തു ന്യൂയോർക്കർ, എന്നിട്ട് അതിൽ താമസിക്കുന്നത്. അപ്പൊ അവളുടെ റൂം ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഇത് ഉപയോഗിക്കാനും ഒരു ഇഷ്ടമില്ല. നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. അപ്പൊ ജസീലയുടെ റൂം ഞങ്ങൾ അവസാനം വന്ന് തുറന്ന് ലോകം മുഴുവൻ എല്ലാരെയും കാണിച്ചിട്ടുണ്ട് കേട്ടോ. മോളുടെ കല്യാണത്തിന് മമ്മൂക്ക വന്നിരുന്നു അന്ന്. അതും അന്ന് എല്ലാവരും സംസാരിക്കുന്ന ഒരു അതാണ് ഒരു വലിയ കാര്യം. എല്ലാരും കല്യാണത്തിന്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയണത് മമ്മൂക്ക വന്നത്. ഇക്കയ്ക്ക് മമ്മൂക്കയായിട്ട് നേരത്തെ അല്ലാതെ നിങ്ങൾ നല്ല പരിചയമാണോ? ഞാന് എന്റെ പരിചയമല്ലല്ലോ. ഞാൻ വാപ്പ വാത്സല്യം എന്നുള്ള പടത്തിൽ അന്ന് ഞാൻ വാപ്പാടെ കൂടെ ഇങ്ങനെ സെറ്റിൽ പോവും. അപ്പോ അന്ന് മമ്മൂക്ക എന്നെ കൊണ്ട് മോണാക്ട് ഒക്കെ ചെയ്യിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഈ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി ഇങ്ങനെ ഉള്ള സഭാകമ്പത്തിന്റെ ഒരു ഇതൊക്കെ ആക്ട് ചെയ്ത് കാണിക്കുന്നൊക്കെ അന്ന് ആദ്യം മമ്മൂക്കാടെ അടുത്താണ് കാണിച്ചത്. അത് മമ്മൂക്ക ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. കൊറേ അദ്ദേഹം കൊറേ ചിരിച്ചു. എന്നെ കൊണ്ട് വീണ്ടും ഒരു ന്യൂ ഇയർ പ്രോഗ്രാം അവിടെ വെച്ച് നടത്തിയപ്പോ എന്നെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു കൊണ്ടുവന്ന് ഞാൻ അന്ന് അതൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ വലിയൊരു എന്റെ മനസ്സില് എനിക്കത് അന്നും ഇന്നും ഞാൻ ഓർക്കുന്ന ഇപ്പോഴും എന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് അതൊക്കെയാണ്. അതേപോലെ തന്നെ ഇക്കയുടെ മറുമയം കണ്ടിട്ട് മമ്മൂക്ക വിളിക്കുകയും എനിക്ക് ഞാനൊരു ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു സ്കിറ്റ് ഞങ്ങൾ ചെയ്തിരുന്നു. അപ്പൊ അതില് ഞാനും മണികണ്ഠനും കൂടിയാണ് ആ ക്യാരക്ടർ ചെയ്തത്. അപ്പൊ അതിന്റെ മമ്മൂക്ക വിളിച്ചിട്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു, എന്നെ മെസ്സേജ് അയച്ചു. ഞാൻ ആ മെസ്സേജ് ഫോണിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പെൻഡ്രൈവിലാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുക. കാരണം ഫോണൊക്കെ നഷ്ടപ്പെട്ടാ പോയില്ലേ. അതെ, അതൊരു വലിയ നിധിയാണ്. തീർച്ചയായും ഞാൻ എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകള് നമ്മുടെ ആക്ടിങ്ങിനെ കുറിച്ച് പറയുന്നതാണല്ലോ. നമ്മള് എന്റെ ഏറ്റവും വലിയ പാഷനായിട്ടുള്ള ഒരു സംഗതി, അതിനെ കുറിച്ച് നമുക്ക് ഒരു 2 വാക്ക് നമ്മളോട് പറഞ്ഞു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്, ഏറ്റവും വലിയ കാര്യമാണ്. അത് ഞാൻ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. അപ്പോ അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ ഇക്ക നിങ്ങൾ എപ്പോഴും നല്ല കണക്റ്റഡ് ആണോ? അങ്ങനെയാണോ മോളുടെ കല്യാണത്തിന് വിളിച്ചപ്പോഴും? ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് എപ്പോഴും മമ്മൂക്കാൻ അങ്ങനെ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക അങ്ങനെ പരിപാടി ഇല്ല. കാരണം നോർമൽ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബിസി നമുക്കറിയാം. അതായത് നമ്മുടെ ഒരു തിരക്ക് നമുക്ക് ചിലപ്പോ പലപ്പോഴും നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ പോലും കണക്ഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റാറില്ല. അദ്ദേഹം ഇതൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരാളാണ്. ആരുടെ ഇപ്പോ നമ്മളൊക്കെ ഒരു മെസ്സേജ് അയച്ചാൽ അപ്പൊ തന്നെ റിപ്ലൈ നമുക്ക് തരും. ഇപ്പൊ പരമാവധി ശല്യപ്പെടുത്താറില്ല, അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ വിളിക്കാറില്ല. ഞാൻ അതേപോലെ കൊറോണ വന്നിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും ഇതേപോലെ മെസ്സേജ് അയച്ച് എനിക്ക് എന്നെ ഒരുപാട് എനിക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിൽ ടെൻഷൻ അടിക്കേണ്ട, ഏത് ഹോസ്പിറ്റലാണ്, എങ്ങനെയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ അയച്ചു. അതൊക്കെ എന്റെ സ്വകാര്യ സന്തോഷങ്ങളും ഒക്കെയാണ്. നമ്മളിതൊന്നും എവിടെയും ഇപ്പൊ ഇതിങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു തന്നല്ലോ കേട്ടോ. അപ്പൊ അദ്ദേഹം അങ്ങനെയാണ്. അപ്പൊ പരമാവധി നമ്മൾ ശല്യപ്പെടുത്താതിരിക്കണല്ലോ. അതെ, കല്യാണത്തിന് ഞാൻ ഇതുപോലെ സെറ്റിൽ ഉണ്ടാന്നുള്ള സിനിമയുടെ ഷൂട്ടായിട്ട് നടക്കുകയാണ്. അപ്പൊ ഞാൻ അങ്ങനെ സെറ്റിൽ ചെന്നു. ആദ്യം ചെന്നു, കാണാൻ പറ്റിയില്ല. പിന്നെ 2ാമത്തെ ദിവസം വീണ്ടും ചെന്നു. അങ്ങനെ ചെന്ന് കാരവനിലേക്ക് വിളിച്ചു. അങ്ങനെ കയറി സംസാരിച്ചു കുറച്ചു നേരം. നിനക്ക് കല്യാണം കഴിക്കാറായ അവൾക്ക് എത്ര വയസ്സായി? കെട്ടിച്ചുവിടാറൊക്കെ ആഴടാ അവളെ. അപ്പൊ എത്ര വയസ്സായി? 22 വയസ്സ്. പാടില്ല, നീ കെട്ടിച്ചു വിടുകയാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നോക്കട്ടെ, ഞാൻ വരാൻ പറ്റുമെന്ന് നോക്കാം. ഷൂട്ട് എവിടെയെന്ന് എനിക്കറിയില്ല. ഇവിടെ എറണാകുളത്ത് ഉണ്ടെങ്കിൽ ഞാൻ നോക്കാം പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അടുക്കുന്ന ദിവസം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുത്ത ആഴ്ചയാണ്, മറ്റന്നാളാണ്, നാളെയാണ് മെസ്സേജ് ഇങ്ങനെ ഇടും. അപ്പൊ കാണണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയില് അല്ല രാവിലെ അറിഞ്ഞു. ഇല്ലില്ല, രാവിലെ ഒന്നും അറിഞ്ഞിട്ടില്ല. അതിന്റെ വരുന്നതിന്റെ ഒരു 1.5 മണിക്കൂർ മുൻപ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അത് അറിയിച്ചു. ജസ്റ്റ് അവിടെ അന്ന് നമുക്ക് വരുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് അറിയിച്ചു. വന്നൊരു 10 മിനിറ്റ് വന്നു. ഭക്ഷണം കഴിക്കാനൊന്നും നിന്നില്ല, വേറെയും ഫങ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോ
അവിടെയും പോകേണ്ടത് കൊണ്ട് ഇവിടെ വന്ന് അങ്ങനെ കുട്ടികളെ കണ്ടിട്ട് പോയി. കണ്ടു ഒരു ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പൊ മമ്മൂക്ക വരുന്നു ആ ഒരു അരമണിക്കൂർ മുമ്പ് അറിഞ്ഞു കഴിഞ്ഞപ്പോ നിങ്ങൾ പെട്ടെന്ന് പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര ഓഡിയൻസ് ഒക്കെ ഭയങ്കര കോപ്പറേറ്റീവ്, എല്ലാവരും ഒരു ഡിസ്റ്റർബൻസ്, ഭയങ്കര സൈലന്റ് ആയി പോയി. അതാ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. ആ എല്ലാവരും അവരവരുടെ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഫോൺ ഉയർത്തി സ്റ്റേജിലേക്കുള്ള ഒരു വീഡിയോ വീഡിയോ എടുത്തു. ആരും ഡിസ്റ്റർബ് അതില് ആ വീഡിയോ കണ്ടറിയാം എല്ലാവരും എണീറ്റ് നിന്ന് ഇങ്ങനെ മൊബൈൽ പിടിച്ചിരിക്കുക. പക്ഷെ ആരും ഓടിച്ചില്ലേ അല്ലെങ്കിൽ അദ്ദേഹത്തെ ശല്യം ചെയ്യുക ഒന്നും ചെയ്തില്ല. നല്ല അവര് വന്നവരെല്ലാവരും നന്നായിട്ട്, അത് ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം. എല്ലാവരും നമുക്കറിയാലോ, എല്ലാവരുടെ ഉള്ളിൽ അത്രയും ആകാംക്ഷയുള്ള ആളുകളാണ് എല്ലാവരും. പക്ഷെ ആരും അത് അവിടെ അത്ര അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ എല്ലാവരും അവരവരുടെ സ്പോട്ടിൽ തന്നെ നിന്നുകൊണ്ട് ആസ്വദിച്ചു. ഇനി നമുക്ക് ഇത് ടെറസിലേക്ക് ഇത് ജസ്റ്റ് പുറത്തേക്ക് ഇങ്ങനെ, ഇവിടെ ആസീനാട് ഒരു തയ്യൽ മെഷീനൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. തയ്യൽ മെഷീൻ എന്നോ വാങ്ങിയിട്ടിരിക്കുന്നതല്ലാണ്ട് ഒന്നും തുന്നാറുണ്ടാവില്ല. ഇല്ല, അത് വേറെ ഞങ്ങളിവിടെ ബാൽക്കണി എന്നൊക്കെ പറഞ്ഞ് ഇരിക്ക, ഊഞ്ഞാലിട, കമ്പിയൊക്കെ ഇട്ട് ഇതുവരെ ഇട്ടിട്ടില്ല. ഇന്നേ വരെ ഇവിടെ ഇരുന്നിട്ടില്ല. ആളുണ്ടെങ്കിൽ ആടാനാളുണ്ടെങ്കിലല്ലേ ഊഞ്ഞാലിട. കഴിഞ്ഞ ദിവസം മഴ, ആദ്യമൊക്കെ വീട് വെക്കുമ്പോ അങ്ങനെയായിരുന്നു, മഴയൊക്കെ പെയ്യുമ്പോ നമുക്കിവിടെ വന്ന് ചായ കുടിക്കാം. പക്ഷെ കഴിഞ്ഞ ദിവസം ഇത്രയും വർഷത്തിന് ശേഷം ഞങ്ങളൊന്ന് വന്ന് ഒരു മഴ മഴ പെയ്തപ്പോ അവിടെ വന്നിരുന്നു കുറച്ചു നേരം. അപ്പൊ അവിടെ മഴയും പോയി. ഇനി അവിടെ അലക്കട വാഷിംഗ് പുറത്തേക്ക് ഓപ്പൺ ടെറസാ. അവിടെ വേറെ ഏറ്റവും മുകളില് ഉണ്ട്, മേളില് നല്ലൊരു ഭാഗം, പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഈ മറ്റേ ഒരു അലക്കുകല്ലും പിന്നെ അങ്ങനത്തെ ഒക്കെ. ഏറ്റവും മേളില് ഡ്രസ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് കയറി അവിടെ അവിടെ ഫുള്ള് ഡ്രസ് ചെയ്തിട്ട്. ഇത് ആരെ കൊണ്ട് വരപ്പിച്ചതാ ഇക്ക? ഇത് എനിക്ക് നമ്മുടെ വടക്കാഞ്ചേരിയില് നമ്മുടെ ഒരു സുഹൃത്ത് വരച്ചു തന്നാ. നിറച്ചാർത്ത് എന്ന് പറഞ്ഞിട്ടൊരു രാധിക എന്ന് പറഞ്ഞിട്ട് പാപ്പയുടെ ഫോട്ടോ വരച്ച് എനിക്കത് ഇതാണ് അവരന്ന് ഗിഫ്റ്റ് ആയിട്ട് എന്റെ കയ്യിൽ തന്നത്. പാപ്പയൊക്കെ അവിടെ തന്നെയായിരുന്നു. പാപ്പയുടെ നാട് വടക്കാഞ്ചേരി. അല്ല, അവര് എപ്പോഴും അവിടെ തന്നെയാണ്, ആലുവയ്ക്കൊന്നും വന്നിട്ടില്ല. നാട് അവിടെയാണല്ലോ. ഉമ്മയുടെ നാട് എറണാകുളത്താണ്, പുല്ലേപ്പടി എന്ന് പറയും, നമ്മുടെ നോർത്ത്. പിന്നെ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇക്ക ചെയ്ത് മാമ്പഴം വേണ്ട, അതിന്റെ അടിയിലെ കമന്റ് ഞാൻ പറഞ്ഞു ഇനി ചെയ്യരുത്. അതല്ല, ഓഡിയൻസിന് തന്നെ മതി, കണ്ടിട്ട് ഇത് നമ്മൾ പെർഫോം ചെയ്യുമ്പോഴേ നമ്മളൊരു സ്ഥലത്ത് കുറച്ച് പേർക്ക് വേണ്ടിയാണ്. ഇപ്പൊ ഞാൻ സ്കൂളില് കുട്ടികൾക്കൊക്കെ വേണ്ടി ചെയ്യുമ്പോ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് അവിടെയും ക്യാമറ അങ്ങനെ നേരെ കൊണ്ടുവന്ന് വെച്ച് പകർത്തിയിട്ട് ഇത് ലോകം മുഴുവൻ എത്തിക്കല്ലേ. അപ്പൊ ആളുകൾ ഇത് പല പ്രോഗ്രാമിന്റെ കാണുന്നത് കണ്ട് അവസാനം ഈ കമന്റുകൾ, ആദ്യമൊക്കെ എനിക്ക് നല്ല കമന്റ്സ്, നിയാസ്കോ അടിപൊളിയായിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു, ഒരു ചേഞ്ച് ഐറ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കുറെ നല്ല മെസ്സേജുകൾ. പിന്നെ നോക്കിയപ്പോഴേ യസ്ക നിർത്താറായില്ലേ യസ്ക, ഇതല്ലാതെ വേറൊന്നും ഇല്ലേ? ഞാൻ നിയാക്കനോട് പറയേ, ഇത് നിയാക്ക പറയുന്നത് ഓരോ ഓഡിയൻസ് വെവ്വേറെയാണ്, പക്ഷെ സോഷ്യൽ മീഡിയയില് എല്ലാവരും ഒന്നാണല്ലോ, ഷർട്ട് മാറുന്നുണ്ടെന്നുള്ളൂ. ഒരു വർഷത്തില് 10-15 സ്കൂളുകള് ആനുവൽ ഡേ ഇനോഗ്രേഷന് പോകും. ഈ എല്ലാ സ്ഥലത്തും വേറെ ഐറ്റം കാണിക്കാൻ നമുക്ക് വേണ്ടേ? നമ്മുടെ ഒരു വർഷത്തേക്ക് വേണ്ട ഒരു ഐറ്റം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതില് വരുമ്പോ എന്നാ നമുക്ക് അന്ന് ഇക്ക ചെയ്ത നവരസങ്ങളിലെ 3 രസങ്ങളെന്നും പറഞ്ഞുകൊണ്ട് മാമ്പഴം പേര് മാറ്റി. ഓക്കെ, അങ്ങനെയായിരുന്നു. മുളക് എരിവിന് വേണ്ടി കാണിച്ചു, പിന്നെ പുളി. അങ്ങനെയാണെങ്കിൽ എന്നാ ഇന്നിപ്പൊ നിങ്ങൾ അത് ചെയ്തു മടുത്തുവെങ്കിൽ ഇക്ക വേറെ എന്തെങ്കിലും ഒന്ന് നമുക്ക് വേണ്ടിട്ട് ലൈവായിട്ട് നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ വിളന്തിന് വെച്ച് വിളമ്പി തന്നാ തിന്നാ. എന്നാ ഇത്ത എന്തെങ്കിലും വെച്ച് വിളമ്പി തരുന്ന പോലെ ചെയ്യാം. റിയാക്ഷൻ കിട്ടും. നമുക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും ചെയ്യും. അല്ല, നമ്മൾ എന്തെങ്കിലും ഒന്ന് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും സെറ്റ് ചെയ്തെങ്കിലും വെച്ചാൽ ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് സംഗതി നമ്മൾ ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിലേ എന്നാ നമുക്കൊന്ന് പ്ലാൻ ചെയ്തത് ലാസ്റ്റ് എടുക്കാം. നമുക്ക്
ഇൻസ്റ്റന്റ് ആയിട്ട് ചോദിക്കുന്നതല്ല, അപ്പൊ അങ്ങനെ ആ രീതിയില് ഒരു ചെറുതായിട്ട് എന്തെങ്കിലും മതി. ഈ വേറെ ഭാവം വരണേ ഞങ്ങൾ എന്തെങ്കിലും ഒപ്പിക്കണം. അപ്പൊ വേറൊരു വേറെ ഭാവം വരും. ദേഷ്യപ്പെടുവോ? അല്ല അത് ചോദിക്കല്ലേ. അച്ഛൻ ദേഷ്യപ്പെട്ട് എങ്ങനെയാ വിളിക്കുന്നത്? തോഹേ കണ്ടറിയാ ദേഷ്യമാണെന്ന് കണ്ടറിയാം. വിളിക്കൊന്നുമില്ല, ചിലപ്പോ അവിടെ ഇരിക്കും. അപ്പൊ നമ്മള് വരുമ്പോ നമുക്കറിയാം മൂഡ് ശരിയല്ല. അപ്പൊ ഇങ്ങോട്ട് പോണേന് വരെ നേരെ അടുക്കള കലിപ്പ് പോടാനുള്ള ഞാൻ പറയാം ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അപ്പൊ അവിടുന്ന് ഒരു വിളി വരും. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്കറിയാം ഓക്കെ വാങ്ങിട്ട് വരാം. അല്ല വാങ്ങിട്ടല്ല, കൂളായി എന്നുള്ളതാണ്. ഇവരുടെ വിചാരം നമ്മള് മറ്റുള്ളവരെ ചിരിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ആസ്വദിക്കാനുള്ള ഓരോ ഐറ്റം നമ്മൾ ചെയ്യുമ്പോഴും നമ്മളിത് വേറൊരു സമയം ഇരുന്ന് വെന്തിട്ടാണ് ഇത് അവിടെ കാണിക്കുന്നത്. അപ്പൊ നമ്മള് വീട്ടിലിരിക്കുന്ന സമയത്തും നമ്മള് ജോലിയില്ല. എന്തെങ്കിലും ഒരു ഐറ്റം അല്ലെങ്കിൽ നമുക്ക് വന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് എങ്ങനെയെങ്കിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇനി അടുത്തൊരു അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു നമുക്ക് എന്തെങ്കിലും ഒരു സംഗതി കിട്ടിയാൽ അതിന്റെ ഒരു മൂഡിലായിരിക്കും നമ്മൾ ഇരിക്കണേ. അപ്പൊ ഞാൻ നോർമലി നമുക്ക് അതൊന്നും അല്ലാത്ത സമയത്ത് എല്ലാ കാര്യങ്ങളിലും വീട്ടിൽ മിങ്കിൾ ചെയ്യുന്ന ഒരാളാ. പാത്രം വരെ ഞാൻ അവിടെ കഴുകാറുണ്ട്. സത്യം പറയും. അല്ല അത് ചെയ്തായിരുന്നു. കൊറോണ വന്നതിന് ശേഷം നീയാക്ക ഇപ്പൊ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാനും ജോലി ചെയ്യാൻ പാടില്ല, ഞാനും ഇങ്ങനെ ഇരിക്കും. അല്ല ഞങ്ങള് രണ്ടാള് ഈ അതായത് സ്ത്രീകൾക്ക് ചെയ്യേണ്ട പണി ആണ് ഈ പാത്രം കഴുകല് അല്ലെങ്കിൽ അടിച്ചു തുടക്കലൊക്കെ സ്ത്രീകള് വീട്ടിലെ കുടുംബിനികൾ ചെയ്യേണ്ട പണിയാണെന്നുള്ളൊരു ആ ഒരു ധാരണ എനിക്കില്ല. നമുക്കതിന് നേരം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നിൽക്കണില്ലാന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒഴിവുള്ള സമയത്ത്, ഞാൻ ഫ്രീ ആയിട്ടുള്ള സമയത്താണെങ്കിൽ ഇവള് ഇവിടെ അടിച്ചു തുടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടെങ്കിൽ ഞാൻ കഴുകി വെച്ചു കൊടുക്കും. അല്ല ആൾക്ക് ഇഷ്ടല്ല, ഇഷ്ടല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ട് വന്ന് പിന്നെ അതേപോലെ ചിലപ്പോ പെട്ടെന്ന് ചില സമയത്ത് ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഒന്ന് സവാള അരിയലോ അല്ലെങ്കിൽ വല്ല കഷ്ണം നുറുക്കലോ എന്തെങ്കിലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊടുക്കലോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഞാൻ വേറെ എന്റെ പ്രൊഫഷൻ ബന്ധപ്പെട്ടൊരു സമയത്ത് ഞാൻ ഇരിക്കുന്ന സമയത്ത് വന്നിട്ട് ഹലോ ആ പാത്രം ഒന്ന് കഴുകുന്നു അല്ല അങ്ങോട്ട് പറയാൻ പാടില്ല. അപ്പൊ നീയാക്ക ഇതൊന്ന് ചെയ്തു തരുമോ ചോദിച്ചാ തീർന്ന് പോയി. പക്ഷെ അപ്പൊ ഞാൻ പറയാം അതെന്ത് ഇഷ്ടത്തിന് നമുക്ക് ആവശ്യമുള്ള ഞാൻ പറയൂല്ലേ. ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണെന്നാണ് അപ്പൊ അവര് വിചാരിക്കുന്നത്. ഞാൻ വേറൊരു സംഗതി കൊളത്തിയായിരിക്കും ഇരിക്കണത്. ഞാൻ ആ മൂഡിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും വന്നിട്ട് ന്യാസ്ക ആ തേങ്ങ ഒന്ന് ചെറുക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കി. ഞാനിപ്പോ ഇപ്പൊ എങ്ങനെ ചോദിക്കറിയോ, നീയാക്കക്ക് ചെയ്യാൻ കൊഴപ്പുണ്ടാ, നീയാക്കക്ക് ഇതൊന്നും ചെയ്തു തരാൻ കൊഴപ്പുണ്ടാ. അപ്പൊ നീയൊക്കെ പറയും ഇപ്പൊ എനിക്ക് വയ്യ. അപ്പൊ പിന്നെ നമുക്കറിയാലോ സംഗതി വെച്ചാല് ഞാൻ പറഞ്ഞ ഇവർക്ക് ഇവിടെ തേങ്ങ ചിരകണമെങ്കിലും പാത്രം കഴുകണമെങ്കിലും ഇത് ആദ്യം ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവരണല്ലോ. ഞാൻ ആ പണിയിലായിരിക്കും. നാളത്തെ തേങ്ങ മേടിക്കാനുള്ള കാര്യത്തിലായിരിക്കും ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് തേങ്ങ ചിരകാൻ ഞാൻ പോവില്ല. പക്ഷെ എനിക്ക് ഇഷ്ടല്ല കേട്ടോ നീയൊക്കെ ചെയ്തു എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യോ? പരീക്ഷണങ്ങളുണ്ട്. ആണോ? എന്താണ് അച്ഛൻ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി തന്നിരിക്കുന്നത്? അവര് കറിക്ക് കുത്താണ്. ഞാൻ മീൻകറി വെച്ചിട്ടുണ്ട്, പിന്നെ ബീഫ് കറി വെച്ചിട്ടുണ്ട്, ബിരിയാണി വെച്ചിട്ടുണ്ട്. സഹായം ഉണ്ടാവും, ഹസീനയുടെ സഹായം ഉണ്ടാവും. പക്ഷെ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു ധാരണ വെച്ചിട്ടുള്ള ഒരു കറിക്ക് കുത്ത് പരിപാടിയാ. പക്ഷെ ചോദിച്ചു നോക്കിയേ അത് കുറച്ച് ബീഫ് എടുത്ത് കൊടുത്ത ആള് കഴിക്കുകയും ചെയ്യും വെക്കുകയും ചെയ്യും. മകൻ ഈ പ്രൊഫഷൻ ഹോട്ടൽ മാനേജ്മെന്റ് ആണ്. അപ്പൊ അത് എടുത്തത് ഇവിടെ എനിക്ക് ഇഷ്ടമാണ്, കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്.